അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിക്കുന്നത് ആളുകളിൽ ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു. ഇന്നലെ രാത്രിയിൽ ടൗൺ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണ ശ്രമം നടന്നു. മേഖലയിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് ആവശ്യം. അടിമാലിയും സമീപ പട്ടണങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണെങ്കിലും അടിമാലി ടൗണിൽ ഉൾപ്പെടെ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. തസ്കര ശല്യം വർദ്ധിച്ചതോടെ ആളുകളിൽ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു. ഇന്നലെ രാത്രിയിൽ ടൗൺ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണ ശ്രമം നടന്നു. ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് ആവശ്യം. കുറച്ച് ദിവസങ്ങളായിട്ട് മോഷണം അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. പല മേഖലകളിലും കടകൾ, പല സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾ മോഷണ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു പട്രോളിംഗ് നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് കുറച്ചുകൂടി ശക്തമാക്കണമെന്നൊരു അഭിപ്രായം പൊതുജനങ്ങളുടെ ആകെ ഉയർന്നു വരുന്നുണ്ട്. ഇരുമ്പുപാലം 10 മൈൽ മേഖലകളിലും മുമ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. കഴിഞ്ഞ മാസം അടിമാലി ടൗണിൽ മോഷണം നടത്തിയ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ഉൾമേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളിലും ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ടൗൺ പരിസരങ്ങളിൽ മാത്രമല്ല, ഇടവഴികളിലും ടൗണിന്റെ സമീപ ഗ്രാമങ്ങളിലും രാത്രികാല പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.